എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണ്ടന്റാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് അല്ല. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബിഗ് ബോസിൽ സംഭവിക്കുന്നത് പുറത്തായിട്ടുള്ള ലച്ചാപച്ച കണ്ടസ്റ്റന്റുകളെല്ലാം തിരിച്ചകത്തായിട്ട് ബച്ചാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളുകൾ നമ്മൾ ഈ ബിഗ് ബോസിൽ കണ്ടുകൊണ്ടിരുന്നപ്പോഴെല്ലാം സംഭവിച്ചത്, ഈ പുറത്ത് പോയവർ അകത്തേക്ക് വരുമ്പോഴത്തേനും ഈ കളിക്കുന്നവരെ ചിയർ ചെയ്യുക, അവരെ ഒന്ന് സന്തോഷിപ്പിക്കുക, അവരുടെ കൂടെ നന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്രയും നാൾ നമ്മൾ കണ്ട സീസണുകളിലെല്ലാം ഈ പുറത്തായവർ അകത്തേക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു സീസണിൽ മാത്രം പുറത്തായവർ അകത്തേക്ക് വരുന്നത് വീണ്ടും ഗെയിം കളിച്ച് ഞാൻ സ്റ്റാർ ആവണം, ഞാൻ ശ്രദ്ധിക്കപ്പെടണം, അതൊന്ന്. രണ്ട്, എനിക്ക് അവളോട് മുടിഞ്ഞ വൈരാഗ്യമാണ്, എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യമാണ്, അവളെ അങ്ങ് ചൊറിയുക, അവളങ്ങ് തകർക്കുക, അല്ലെങ്കിൽ അവനെ അങ്ങ് തകർക്കുക. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഇതുങ്ങളെല്ലാം അകത്തേട്ട് കയറി വന്നിരിക്കുന്നത്. ശരിക്കും ഒരു പരസ്പര സ്നേഹമോ ഒരു പരസ്പരം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കാനോ പോലും ബോധമില്ലാത്ത തരത്തിലുള്ള കണ്ടസ്റ്റൻസിനെയാണ് ബിഗ് ബോസ് ഈ തവണ പെറുക്കി വാരിയിട്ടത്. കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗം, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് തിരിഞ്ഞിരുന്നു. പക്ഷേ അകത്തേട്ട് കയറിയപ്പോൾ ഇവരാരും അത് കാണിച്ചുകൊണ്ട് നടന്നില്ല. ഇവരെല്ലാവരും മൊത്തത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ന്യായീകരിച്ച് അങ്ങനെ പോയതുള്ളൂ. പക്ഷേ ഈ തവണ അങ്ങനല്ല. ടാർഗറ്റ് ചെയ്ത് അനുമോളെ ചൊറിയുക, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്ത് അനീഷിൻ്റെ നെഞ്ചത്തോട്ട് കയറുക എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനമായിട്ടും ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അനുമോളെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന്, RJ ബിൻസി ടാർഗറ്റ് ചെയ്തു. RJ ബിൻസി ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം അപ്പാനിയും നമ്മുടെ RJ ബിൻസിയും തമ്മിലൊരു ഡിങ്കോ ഉണ്ടെന്ന് അനുമോൾ എവിടെയോ പറഞ്ഞു എന്നും, അനുമോള് പറഞ്ഞു അപ്പാനിയെ ക്ലീവേജ് കാണിച്ചുകൊണ്ട് RJ ബിൻസി ഇരുന്നു എന്ന് ആദില അവിടെ വന്ന് സ്ഥാപിച്ചു. സോ ആദില നൂറ പുറത്താകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്, ഞങ്ങൾ വേറെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ഇവരേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിരുന്ന ആദിലയും നൂറയും RJ ബിൻസി വന്ന് ഈ കഥകളെല്ലാം പറഞ്ഞപ്പോഴത്തേനും തിരിഞ്ഞു. അങ്ങനെ തിരിയാനുള്ള അവരുടെ കാരണം എന്ന് പറഞ്ഞാൽ, ആദിലയ്ക്കും നൂറയ്ക്കും ഓൾറെഡി മനസ്സിൽ കിടപ്പുണ്ട്, ഇവിടെ വേറെ ആരും സംസാരിക്കില്ലാത്തതുകൊണ്ട് മാത്രം ഇവിടെ നമ്മളോട് സംസാരിച്ച് അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ലാന്ന് ആയതിനാലാണ് കയറി ചൊറഞ്ഞത്. നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാട്ടെ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മളാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു ബിൻസിന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ചാണ് പോയിരിക്കുന്നത്, എന്താ അല്ലേ അങ്ങനത്തെ ഉള്ളൊരു സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ആദില പറഞ്ഞതാണ്, എന്തല്ലേ ബിൻസി അങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വൈകിട്ട് ചെയ്യാം കേട്ടോ. അതിനകത്ത് ആദില തന്നെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട്. അവൾ ഇങ്ങനെ ഒരു കോംബോ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവർ ഡിങ്കോൾഫി ആകുന്നുണ്ട് എന്ന രീതിയിൽ ആദിലയും ശൈത്യയും കൂടെ പറയുന്നുണ്ട്. അനുമോൾ അതിനകത്ത് കൂടി ഇരിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഷാനവാസിനോടാണ്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ RJ ബിൻസിയുടെ കളിപ്പ് അതാണ്. രണ്ടാമത്തത് ശൈത്യയുടെ കലിപ്പ്. ശൈത്യയുടെ കലിപ്പ് എന്ന് പറഞ്ഞാൽ, എന്നെ കട്ടപ്പാന്ന് വിളിച്ച്, എൻ്റെ PR-ഉം അവളുടെ PR-ഉം ഒരു PR. അവൾ 16 ലക്ഷം കൊടുത്തു, ഞാൻ 1.5 ലക്ഷം രൂപ കൊടുത്തു. എന്നിട്ട് എന്നെ കട്ടപ്പാന്ന് വിളിച്ചവള്, മോള് കട്ടപ്പ കുത്തിയിട്ടാണ് കട്ടപ്പാന്ന് വിളിച്ചത്. അത് ഞാൻ അന്ന് പോയപ്പോൾ എന്തോരം ഇവിടുന്ന് അനുഭവിച്ചെന്നറിയുമോ, എന്നെ എന്തോരം ആൾക്കാർ ഉപദ്രവിച്ചെന്നറിയുമോ. തിരിച്ചു വന്ന് ഈ പരിപാടിയൊക്കെ കാണിച്ചിട്ട് ഇനി ഇറങ്ങണ്ട, മസ്താനി ഒരു മാസ്ക് ഇട്ടിട്ട് പോയില്ലേ, മോളിൽ ഞാൻ തലക്കൂടെ മുണ്ടിട്ടിട്ട് പോയാൽ മതി. ഇവിടെ വന്ന് ഉള്ള നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനുള്ളതിനെ വീണ്ടും നെഗറ്റീവ് ആക്കുന്നു. ബേസിക്കലി ഇവരൊരു വക്കീലാണ്. വക്കീൽ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ബുദ്ധി പ്രതീക്ഷിക്കുന്നത് തെറ്റാണോടെ, എനിക്കറിയാൻ പാടില്ല. ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആദില നൂറ സ്വാഭാവികമായിട്ടും അനുമോൾക്കെതിരായി. എതിരായുള്ള കാരണമെന്ന് നമ്മൾ പറഞ്ഞു. ഈ വന്ന കണ്ടസ്റ്റൻസിനെല്ലാം അനുമോളോട് ഭീകരമായ ദേഷ്യമുണ്ട്. ഈ ദേഷ്യം കൊണ്ടാണ് ഇവരെല്ലാം അനുമോളെ ചൊറിയുന്നത്. അനുമോളെ ഇവരെല്ലാം ചൊറിയുമ്പോഴത്തേനും ഇവർ ചിന്തിക്കുന്നത് എന്താ, യെസ്, ഞങ്ങളുടെ ന്യായീകരണം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അവളെ ടാർഗറ്റ് ചെയ്ത് കുത്തിക്ക് പുറത്ത് കത്തും, ഞങ്ങളുടെ മാസ്, ഞങ്ങൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ടോൺ 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 എന്ന് വരുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഒരാളെ കോർണർ ചെയ്യുമ്പോഴത്തേനും ആളുകളെല്ലാം ആ ആളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സോ സഹതാപ വോട്ടിൽ അനുമോൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അനീഷിനെ ഫോക്കസ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അനീഷിൻ്റെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. അനീഷ് എവിടെ പോയോ എന്തോ. ഈ മറ്റൊരു സംഭവത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഉടനെ അനുമോളുടെ ആളില്ലയോ, എത്ര കിട്ടി അനുമോൾ വെളുപ്പിക്കാൻ എത്ര കിട്ടി ഈ ഒരു സാധനം. അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട അവൻ അനീഷിനെ വെളുപ്പിക്കാൻ ഇറങ്ങിക്കുക, അനീഷിൻ്റെ PR അവൻ. നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ലടേ.
4, 3, 7 വ്യൂസ് ഉള്ള എനിക്കൊക്കെ ഇവന്മാർ PR തരുന്നെന്ന് വിശ്വസിക്കാൻ വേണ്ടിയുള്ള പൊട്ടന്മാരാണോ നീയൊക്കെ? ഇതൊക്കെ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. രണ്ടാമത്തെ കേസ്, എന്നെ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ അനിമോളെ അത്രയ്ക്ക് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഈ യൂട്യൂബിൽ നമ്മൾ കാണുന്ന പല റിയാക്ഷൻ ബ്ലോഗേഴ്സും പല ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളുകളും അനിമോളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. പക്ഷേ എനിക്ക് അനിമോളുടെ ഗെയിം ഇഷ്ടമല്ല. ഞാൻ ഏറെക്കുറെ എൻ്റെ വീഡിയോകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനീഷിനെ ആയിരിക്കും കുറച്ചും കൂടി കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഇടാ അനിമോളുടെ PR എടാ വെളുപ്പിക്കടാ എടേ എന്തോന്നടാ നിനക്കൊക്കെ വയ്യ, നിനക്കൊന്നും അനിമോളെ ഇഷ്ടമല്ല. നീയൊക്കെ ആ അഭിപ്രായം പറയുന്നില്ലേ, നമ്മളിരുന്ന് കേൾക്കുന്നില്ലേ? ഇപ്പം നമ്മുടെ അഭിപ്രായം നീയൊക്കെ കേൾക്കണ്ടേ? ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും വോട്ട് കൊടുക്കണം. കഴിഞ്ഞ ദിവസം അനിമോളുടെ PR ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് ഞാൻ വൈകിട്ട് ചെയ്യാം കേട്ടോ. അത് നിങ്ങളെല്ലാവരും കാണണം, അത് കിടക്കുന്ന സാധനമായിരിക്കും. ആ അനിമോളുടെ PR ചേട്ടൻ പറഞ്ഞ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എല്ലാവർക്കും PR ഉണ്ട്. അപ്പോൾ നമ്മുടെ ശൈത്യയുടെ PR എന്ന് പറഞ്ഞാൽ ഞാനായിരുന്നു. ശൈത്യയെ 1 മാസം നിർത്തുക എന്നുള്ളതിനാണ് ഇവർ 1.5 ലക്ഷം രൂപ കൊടുത്തത്. 1.5 ലക്ഷം രൂപയ്ക്ക് ശൈത്യ 1 മാസം നിർത്താനായിട്ട് അവിടുന്ന് ഒരു 3000 വോട്ട് മേടിച്ച് നമ്മൾ ശൈത്യക്ക് കൊടുക്കും. ഇവിടുന്ന് ഒരു 2000 വോട്ട് നമ്മൾ മേടിച്ച് ശൈത്യക്ക് കൊടുക്കും. 1.5 ലക്ഷം രൂപയിൽ 75,000 രൂപയോളം ഈ വോട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അദ്ദേഹം യൂസ് ചെയ്തത്. സോ ഈ PR വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു 10,000 വോട്ട് മറിക്കാൻ പറ്റും. അങ്ങനെ മറിച്ചാണ് ഇതിനകത്ത് പല ആൾക്കാരും നിന്നത്. ഈ ശൈത്യ 30 ദിവസം നിന്നതിനകത്ത് ശൈത്യയുടെ യാതൊരു എഫേർട്ടും ഇല്ല എന്നുള്ള കാര്യം നമുക്കിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യുക. കൃത്യമായി നിങ്ങൾ വോട്ട് ചെയ്യുക. കാരണം ഇതുവരെ വോട്ട് ചെയ്യാത്തവരുണ്ടാവും. ഞാനും ഈ ഫൈനൽ വരെ അങ്ങനെ ഇത് മുമ്പ് ഒരു തവണ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഫൈനലായപ്പോഴാണ് ഞാൻ വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. ഞാൻ വോട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ്, നിങ്ങൾ ജയിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു കണ്ടസ്റ്റന്റിന് കൃത്യമായിട്ട് വോട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇവന്മാരുടെ PR ഇത് പോകും. ഈ PR കുറിച്ചൊരു വീഡിയോ നമുക്ക് പുറകെ ചെയ്യാം കേട്ടോ. പിന്നെ RJ വിൻസി അതിനകത്ത് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. RJ വിൻസി നല്ല ഈ ശൈത്യം എല്ലാവരും, നീ PR ബലം കൊണ്ടല്ലേ നിൽക്കുന്നത്, PR ബലമില്ല നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിന്റെ PR അവിടെ നിന്ന് നിന്നെ കട്ടക്കടിച്ച് വെളുപ്പിച്ചോണ്ടിരിക്കുകയാണ്, നീ PR ബലം. എടോ നിങ്ങൾക്കൊക്കെ PR കൊടുത്തുകൂടായിരുന്നോ? നിങ്ങളോട് ആരാണ്ട് പറഞ്ഞോ PR കൊടുക്കരുതെന്ന്? അവരുടെ പൈസ കൊണ്ട് അവർ കൊടുത്തു. നിങ്ങളുടെ പൈസ ഉണ്ടോ? നിങ്ങളും PR കൊടുക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലോ. ഈ PR കൊടുത്ത സീൻ തൂക്കിയപ്പോഴും അവിടെ പ്രശ്നമൊന്നും ആയില്ലല്ലോ. നിങ്ങൾക്ക് PR പക്ഷേ ഈ PR വേണ്ടി മറ്റൊരാളെ മോശക്കാരനാക്കി കാണിക്കാതിരുന്നാൽ മതി. പെയ്ഡ് PR അതൊന്ന്. PR കേസ് നമ്പർ 1. 2, ഈ അനിമോളിൽ അതേ PR തന്നെയാണ് ശൈത്യയുടെ PR എന്ന് ശൈത്യ തന്നെ പറഞ്ഞു. ശൈത്യ 36 ദിവസം നിന്നുള്ളൂ. വൈ? ശൈത്യക്ക് 2 PR ഉണ്ടെന്നാണ് ഈ അനിമോളുടെ PR ഇപ്പോൾ എന്ന് പറഞ്ഞത്. ഒരു PR ഞാനും മറ്റൊരു PR വേറൊരു ഏജൻസിയും. എന്നിട്ടും അനിമോൾക്ക് 30 ദിവസം നിൽക്കാൻ പറ്റും. അല്ല, ശൈത്യക്ക് 36 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ സീനിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഈ അനിമോളുടെ അതേ PR തന്നെയാണ് അപ്പാനിയുടെ PR. അപ്പാനി പുറത്തു പോയില്ലേ? അപ്പാനി അനിമോളെക്കാട്ടിലും ഫേമസ് ആയിട്ടൊരു ആർട്ടിസ്റ്റ് അല്ലായിരുന്നോ? എന്നിട്ട് അപ്പാനി പുറത്തു പോയിട്ടില്ലേ? സോ നമ്മൾ PR കൊടുത്തോ ഇല്ലേ എന്നുള്ള കാര്യമില്ല. PR കൊടുത്താലും അകത്തെന്തെങ്കിലും കാട്ടിക്കൂട്ടിങ്ങി മാത്രമേ പുറത്തവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ശൈത്യ PR കൊടുത്തിട്ട് ക്യാമറയുടെ മുമ്പിൽ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്നെങ്കിലും പറഞ്ഞാലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഒരുമാതിരി നിങ്ങൾ ബാക്കിയുള്ളവർ കാണുന്ന പോലെ നിനക്ക് ഭയങ്കര കഴിവാടാ, നിനക്ക് ഭയങ്കര സ്കില്ലാടാ, നിന്നെ കൊണ്ട് പറ്റൂടാ, ചെയ്യടാ എന്നൊന്നും ഞാൻ പറയുന്നില്ല. കഴിവില്ലെങ്കിൽ കഴിവില്ലെന്ന് തന്നെ ഞാൻ പറയും. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആ കഴിവില്ലെന്നല്ല പറഞ്ഞാൽ ക്യാമറ സ്പേസ് പിടിക്കാനുള്ള കഴിവ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായില്ല. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. വട്ടം ചുറ്റി നിന്ന് അനിമോളെ ചൊറിയുന്നത് കൊണ്ട് നിങ്ങൾ അനിമോൾക്ക് പുറത്തൊരു റീച്ച് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അനിമോളെ പുറത്ത് ഭയങ്കര സഹതാപ വോട്ടുകൾ കിട്ടും. അനിമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, കോർണർ ചെയ്യുന്നു, ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു, അനിമോളെ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ നാട്ടുകാർ ചിന്തിക്കും. അനിമോൾക്ക് എല്ലാവരും മ്യാസ്മരികമായി സപ്പോർട്ട് ചെയ്ത് അനിമോൾക്കൊരു കപ്പ് എന്ന പദ്ധതിയാണ് ഇപ്പോൾ കയറിയിരിക്കുന്ന അനിമോൾ വിരോധികളായ കണ്ടസ്റ്റൻസ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതുവെ അകത്തോട്ട് കയറുമ്പോൾ അവരെ ചിയർ ചെയ്യുക എന്നുള്ളതിന് പകരം എൻ്റെ പേഴ്സണൽ വൈരാഗ്യം തീർത്ത് അവനെ ഞാൻ വലിച്ചു കീറി ഈ ഒരു സെറ്റപ്പിലാണ് ഈ പാഴുകളെല്ലാം കയറിക്കുന്നത്. എൻ്റെ ബിഗ് ബോസേ ഒന്ന് പറയും നിങ്ങളോട്, നിങ്ങൾ കളിക്കാൻ വന്നില്ലെന്ന്. എൻ്റെ ദൈവമേ, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തു. വൈകിട്ട് ഞാൻ കുറേ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, കാണണം കേട്ടോ. ഇതും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യും. മറ്റൊരു ബൈ.